Digestion of food. The digestion of food is accomplished by mechanical and chemical processes. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഡൈജഷന് രണ്ട് കൈൻഡ് ഓഫ് പ്രോസസ്സാണ് മെക്കാനിക്കൽ ഡൈജഷനും കെമിക്കൽ ഡൈജഷനും. അത് തമ്മിലുള്ള ഡിഫറൻസ് ഫസ്റ്റ് എന്നാന്ന് നോക്കാം. അതിനുശേഷം GI ട്രാക്റ്റിലെ ഓരോ റീജിയനിലും മെക്കാനിക്കൽ ഡൈജഷൻ എങ്ങനെയാണ് നടക്കുന്നത്, കെമിക്കൽ ഡൈജഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന രീതിയിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ എഴുതിയാൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. ഡെഫിനിഷൻ നോക്കാം. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് ഇൻ ടു സ്മോളർ പീസസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് കെമിക്കൽ നേച്ചർ. അതായത് വലിയ ഫുഡിനെ ചെറിയ പാർട്ടിക്കിളാക്കി മാറ്റുന്ന പ്രോസസ്സാണ് മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ദോശ, ഇഡ്ഡലി, ചോറൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ വലുതാണ്. ഗ്രൈൻഡിങ്ങും കട്ടിങ്ങും ഒക്കെ നടന്ന് വളരെ ചെറിയ സ്മോൾ പാർട്ടിക്കിളാക്കി മാറ്റുന്ന പ്രോസസ്സാണ് മെക്കാനിക്കൽ ഡൈജഷൻ. അങ്ങനെ ചെയ്താൽ മാത്രമേ ഫർദർ അവിടെ എൻസൈമിനൊക്കെ പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കെമിക്കൽ ഡൈജഷൻ എന്ന ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് ഫുഡ് മോളിക്യൂൾസ് ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ് ബൈ എൻസൈംസ് ആൻഡ് കെമിക്കൽസ്. മെക്കാനിക്കൽ ഡൈജഷൻ വഴി ചെറിയ പാർട്ടിക്കിളാക്കിയിട്ടുള്ള ഫുഡ് ഇപ്പോൾ സർഫേസ് ഏരിയ ഒക്കെ കൂടുതലായിട്ടുണ്ടാവും. അതിനെ ഫർദർ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അബ്സോർബബിൾ ഫോമാക്കി മാറ്റുന്ന, അതായത് ഇപ്പം കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അതിനെ മോണോസാക്കറൈഡ് ആയിട്ട്, പ്രോട്ടീൻ ആണെങ്കിൽ അതിനെ അമിനോ ആസിഡ് ആക്കിയിട്ട് അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ് കെമിക്കൽ ഡൈജഷൻ. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി ആണ് അവിടെ നടക്കുന്നത്, ഗ്രൈൻഡിങ് ഒക്കെ. കെമിക്കൽ ആണെങ്കിൽ എൻസൈമാറ്റിക് ആക്ടിവിറ്റി, അതേപോലെ തന്നെ HCl, അതേപോലെ ബൈൽ, ഇതിൻ്റെയൊക്കെ ഹെൽപ്പിൽ അതിനെ അബ്സോർബബിൾ ഫോമിലേക്ക് മാറ്റുകയാണ്. മെയിൻ പർപ്പസ് നോക്കുക. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസസ് സർഫേസ് ഏരിയ ഓഫ് ഫുഡ് ഫോർ എൻസൈം ആക്ഷൻ. സർഫേസ് ഏരിയ കൂട്ടുക, വലിയ ഫുഡ് പാർട്ടിക്കിളിനെ കുറേ സ്മോൾ പാർട്ടിക്കിൾസ് ആക്കിയാൽ അതിൻ്റെ സർഫേസ് ഏരിയ കൂടും. അപ്പോൾ അവിടെ പെട്ടെന്ന് എൻസൈമിനൊക്കെ ആക്ട് ചെയ്യാൻ പറ്റും. കെമിക്കൽ ഡൈജഷൻ ആണെങ്കിൽ കൺവേർട്സ് മാക്രോ മോളിക്യൂൾസ് ഇൻ ടു അബ്സോർബബിൾ ഫോം. മെക്കാനിക്കൽ ഡൈജഷൻ വഴി ചെറിയ പാർട്ടിക്കിളാക്കിയിട്ടുള്ള ഫുഡ് ഉണ്ടാവില്ല, അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് കെമിക്കൽ ഡൈജഷൻ. ഈ മെക്കാനിക്കൽ ഡൈജഷനിൽ വരുന്ന പ്രോസസ് എന്തൊക്കെയാണ്? മെക്കാനിക്കൽ പ്രോസസ് ആണ് അവിടെ വരുന്നത്. ചൂയിങ്, അതായത് മാസ്റ്റിക്കേഷൻ എന്ന് പറയാം, നമ്മൾ വായിൽ വെച്ച് ചവച്ചരക്കുന്ന പ്രോസസ്സ്. പിന്നെ ചേണിങ്, സെഗ്മെൻറ്റേഷൻ, ഇതൊക്കെ അവിടെ വരുന്നതാണ്. നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് പഠിച്ചില്ലേ ഓരോ റീജിയനിലും GI ട്രാക്റ്റിലെ, ആ മൂവ്മെൻറ്റ്സ് തന്നെയാണ് ഈ ഒരു മെക്കാനിക്കൽ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് റിപ്പീറ്റ് ആയിട്ട് ഇവിടെയും പറയും. കെമിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ്, ആസിഡിൻ്റെ ആക്ഷൻ, അതേപോലെ ബൈലിൻ്റെ ആക്ഷൻ, ഇതൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ അബ്സോർപ്ഷൻ ആയിട്ടുള്ള ഇതിൻ്റെ കണക്ഷൻ. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആണ്, അതായത് മെക്കാനിക്കൽ ഡൈജഷൻ നടന്നുകൊണ്ട് അവിടെ അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല. കെമിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അതിന് കണക്ഷൻ ഉണ്ട്, അതായത് കെമിക്കൽ ഡൈജഷൻ്റെ എൻഡ് പ്രോഡക്റ്റ് ആവും അബ്സോർബ് ചെയ്യപ്പെടുന്നത്. പക്ഷെ അങ്ങനെ ഒരു കെമിക്കൽ ഡൈജഷൻ എഫക്റ്റീവായിട്ട് നടക്കണമെങ്കിൽ ഈ ഒരു മെക്കാനിക്കൽ ഡൈജഷൻ നടക്കണം. അതുകൊണ്ടാണ് ഇതിന് ഇൻഡയറക്റ്റ് ആണ് അബ്സോർപ്ഷണൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ റീജിയനിലും മെക്കാനിക്കൽ ഡൈജഷൻ എങ്ങനെയാണ്, കെമിക്കൽ ഡൈജഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് ഞാൻ എഗെയിൻ ഇത് റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ ഫുഡ് കഴിച്ച് മൗത്തിൽ ചവച്ചരിച്ചിട്ടുള്ള ആ ഒരു ഫോമിനെ ബോളസ് എന്ന് പറയും. പിന്നെ അത് സ്റ്റൊമക്കിലെത്തിയിട്ട് അവിടുത്തെ ഗ്യാസ്ട്രിക് ജ്യൂസായിട്ട് മിക്സ് ചെയ്യുന്ന ആ ഒരു ഫോമിനെ കൈം എന്നാണ് പറയുക. ആ ഒരു കൈം തന്നെയാണ് സ്മോൾ ഇൻഡസ്ട്രിയിൽ എൻ്റർ ചെയ്യുന്നത്. സ്മോൾ ഇൻഡസ്ട്രിയിലും ഫുഡ് കൈം എന്ന ഫോമിൽ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ സ്മോൾ ഇൻഡസ്ട്രിയിൽ മറ്റൊരു ഫോം കൂടെ ഉണ്ട്, അതാണ് കൈല്. കൈലെന്ന് പറഞ്ഞാൽ അബ്സോർബ്ഡ് ഫാറ്റ് ഇൻ ലിംഫ്. അതായത് സ്മോൾ ഇൻഡസ്ട്രിയിൽ ഫുഡ് എത്തിയാൽ അവിടെ ഫാറ്റിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. അവിടെ ഫാറ്റിനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫ്ലൂയിഡ് ആക്കിയിട്ട് മാറ്റും, എന്നിട്ടാണ് ലാക്റ്റിയൽ വഴി അതിനെ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അതാണ് കൈൽ എന്ന് പറയുന്നത്. ആ ഒരു ഫാറ്റിൻ്റെ പോർഷനെ മാത്രമാണ് കൈൽ എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഒരു സ്മോൾ ഇൻഡസ്ട്രിയിലും കൈം എന്ന രീതിയിൽ തന്നെയാണ് ഫുഡ് ഉണ്ടാവുക. ഇനി ഫുഡ് ഡൈജഷനൊക്കെ നടന്നിങ്ങനെ ലാർജ് ഇൻഡസ്ട്രിയിൽ എത്തിയിട്ട് അതിനെ ഫീസീസ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു പേര് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അത് എഗെയിൻ ഞാൻ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഇനി നമുക്ക് മൗത്തിൽ എങ്ങനെയാണ് മെക്കാനിക്കൽ ഡൈജഷന് അതുപോലെ പിന്നീട് കെമിക്കൽ ഡൈജഷൻ നടക്കുന്നത് നോക്കാം. ഫസ്റ്റ് മെക്കാനിക്കൽ ഡൈജഷൻ നോക്കാം. മെക്കാനിക്കൽ ഡൈജഷൻ ഇൻ ദ മൗത്ത് റിസൾട്ട്സ് ഫ്രം ചൂയിങ് ഓർ മാസ്റ്റിക്കേഷൻ. നമ്മൾ ചൂയിങ് അല്ല മാസ്റ്റിക്കേഷൻ പറയുന്നത് ചവച്ചരക്കുന്ന പ്രോസസ്സാണ്. അതുവഴിയാണ് മെക്കാനിക്കൽ ഡൈജഷൻ നടക്കുന്നത്. ഇൻ വിച്ച് ഫുഡ് ഈസ് മാനിപ്പുലേറ്റഡ് ബൈ ദ ടങ്, ഗ്രൗണ്ട് ബൈ ദ ടീത്ത് ആൻഡ് മിക്സഡ് വിത്ത് സലൈവ. ഈ ഒരു മാസ്റ്റിക്കേഷൻ അല്ലെ ചൂയിങ് പ്രോസസ്സിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്? നമ്മൾ ടങ് വഴി ഫുഡിനെ പ്രോപ്പർ പോർഷനിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടീത്ത് വഴി അതിനെ ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്, ചവച്ചരയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ സലൈവായിട്ട് പ്രോപ്പർ മിക്സിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് ഈ ഒരു മാസ്റ്റിക്കേഷനിൽ നടക്കുന്നത്. ആസ് എ റിസൾട്ട് ദ ഫുഡ് ഈസ് റെഡ്യൂസ്ഡ് ടു എ സോഫ്റ്റ്, ഫ്ലെക്സിബിൾ, ഈസിലി സ്വാലോഡ് മാസ് കോൾഡ് ബോളസ്. ഇങ്ങനെ ഒരു മാസ്റ്റിക്കേഷൻ വഴി നമ്മുടെ വായിൽ ഫോം ചെയ്യുന്ന ഫുഡാണ് ബോളസ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങളിവിടെ കാണുന്നത് മൗത്തിൽ. ഫുഡ് മോളിക്യൂൾസ് ബിഗിൻ ടു ഡിസോൾവ് ഇൻ ദ വാട്ടർ ഇൻ സലൈവ, an important activity because enzymes can react with the food molecule in a liquid medium only. അതായത് ഫസ്റ്റ് തന്നെ അവിടെ സലൈവായിട്ട് ഫുഡ് മിക്സ് ആകുന്നുണ്ടല്ലോ ഈ ഒരു മാസ്റ്റിക്കേഷൻ പ്രോസസ്സിൽ.
അങ്ങനെ മിക്സായാൽ മാത്രമേ എൻസൈംസിന് ഈ ഒരു ഫുഡിൽ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സലൈവയിൽ തന്നെ ഒരു എൻസൈം ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സലൈവറി അമൈലേസ്. അതേപോലെ അവിടെ മൗത്തിൽ ലിംഗ്വൽ ലിപ്പേസും പ്രസൻ്റ് ആണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഡൈജഷൻ്റെ കെമിക്കൽ ഡൈജഷൻ്റെ സ്റ്റാർട്ടിങ് നടക്കും. മൗത്തിൽ ഇത്രയാണ് മെക്കാനിക്കൽ ഡൈജഷനെ കുറിച്ച് പറയാനുള്ളത്. മൗത്തിലെ കെമിക്കൽ ഡൈജഷൻ നോക്കാം. 2 enzymes, salivary amylase and lingual lipase, contribute to chemical digestion in the mouth. മൗത്തിലെ കെമിക്കൽ ഡൈജഷന് വേണ്ടി അവിടെ ഹെൽപ്പ് ചെയ്യുന്ന 2 എൻസൈംസ്, അതായത് മൗത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന 2 എൻസൈംസ് ആണ് സലൈവറി അമൈലേസും ലിംഗ്വൽ ലിപ്പേസും. ഇതിൽ സലൈവറി അമൈലേസ് എന്ന് പറയുന്ന എൻസൈം മൗത്തിൽ തന്നെ ആക്റ്റീവ്, എന്നാൽ ലിംഗ്വൽ ലിപ്പേസ് അവിടെ ഇനാക്റ്റീവ് ഫോമിലുണ്ടാവും. അത് സ്റ്റൊമക്കിലെത്തിയാൽ മാത്രമേ ആക്ടിവേറ്റ് ആവപ്പെടുള്ളൂ. അത് നിങ്ങൾ ഓർമ്മിക്കുക. Salivary amylase, which is secreted by the salivary glands, initiate the breakdown of starch. Salivary amylase സ്റ്റാർച്ചിനെ മാൾട്ടോസും മാൾട്ടോട്രയോസും അതേപോലെ ആൽഫ ഡെക്സ്ട്രീനായിട്ട് കൺവേർട്ട് ചെയ്യും. മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈസാക്രൈഡ്, 2 മൊയ്റ്റി അതിലുണ്ടാവും. മാൾട്ടോട്രയോസ് എന്ന് പറഞ്ഞാൽ ട്രൈസാക്രൈഡ് ആണ്, 3 സബ് യൂണിറ്റ്സ് അതിലുണ്ടാവും. പിന്നെ ആൽഫ ഡെക്സ്ട്രീൻ, അത് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഒരു പോളിമറാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റാർച്ചിനെ സലൈവറി അമൈലേസ് ബ്രേക്ക് ഡൗൺ ചെയ്യും. അതാണ് സലൈവറി അമൈലേസിൻ്റെ ഫംഗ്ഷൻ. അത് മൗത്തിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യും. മോസ്റ്റ് ഓഫ് ദ കാർബോഹൈഡ്രേറ്റ്സ് വി ഈറ്റ് ആർ സ്റ്റാർച്ചസ്, ബട്ട് ഓൺലി മോണോസാക്രൈഡ്സ് ക്യാൻ ബി അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൽ മെജോറിറ്റിയും സ്റ്റാർച്ച് തന്നെയാണ്, പക്ഷെ അതിൻ്റെ മോണോസാക്രൈഡിനെ മാത്രമേ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ഷുഗർ, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നുള്ള മോണോസാക്രൈഡ് ഫോമിൽ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാർച്ചിനെ ആസച്ച് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഡൈജഷൻ നടക്കേണ്ട ആവശ്യം. സലൈവറി അമൈലേസ് ഇൻ ദ swallowed ഫുഡ് കണ്ടിന്യൂസ് ടു ആക്ട് ഓൺ ദ സ്റ്റാർച്ചസ് ഫോർ അബൌട്ട് അനദർ അവർ, അറ്റ് വിച്ച് ടൈം സ്റ്റൊമക് ആസിഡ് ഇനാക്ടിവേറ്റ്. അതായത് നമ്മൾ ഫുഡിനെ വിഴുങ്ങി അതിനുശേഷം സ്റ്റൊമക്കിലല്ല എത്തുക. ആ സ്റ്റൊമക്കിൻ്റെ ഫണ്ടസ് എന്ന റീജിയനിൽ കുറച്ച് ടൈം ഇങ്ങനെ ഫുഡ് നിൽക്കും. ആ സമയത്തും സലൈവറി അമൈലേസ് ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആ സമയത്ത് സ്റ്റൊമക്കിലുള്ള ആസിഡ് ഗ്യാസ്ട്രിക് ജ്യൂസായിട്ടൊന്നും ഇത് മിക്സ് ആവുന്നില്ല. വൺസ് ഇത് ഗ്യാസ്ട്രിക് ആസിഡായിട്ടൊക്കെ കോണ്ടാക്ട് വരുമ്പോൾ സലൈവറി അമൈലേസ് ഇനാക്ടിവേറ്റ് ആയിപ്പോവും, കാരണം അതിന് ആസിഡിക് pH ആക്ട് ചെയ്യാൻ പറ്റില്ല. സലൈവ ഓൾസോ കണ്ടെയ്ൻസ് ലിംഗ്വൽ ലിപ്പേസ് വിച്ച് ഈസ് സെക്രീറ്റഡ് ബൈ ലിംഗ്വൽ ഗ്ലാൻസ് ഇൻ ദ ടങ്. ടങ്ങിലുള്ള ലിംഗ്വൽ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന ലിംഗ്വൽ ലിപ്പേസും ഈ ഒരു സലൈവയിൽ പ്രസൻ്റ് ആണ്. പക്ഷേ അത് ആസിഡിക് എൻവയോൺമെൻറ്റിൽ മാത്രമേ ആക്ടിവേറ്റ് ആവുള്ളൂ. സ്റ്റൊമക്കിൽ വെച്ചാണ് ഈ ഒരു ലിംഗ്വൽ ലിപ്പേസിൻ്റെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്രയാണ് മൗത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഈസോഫാഗസിൽ എങ്ങനെയാണ് ഡൈജഷൻ നടക്കുന്നത് നോക്കാം. മെക്കാനിക്കൽ ഡൈജഷൻ അവിടെ ഒന്നുമില്ല, കാരണം ഈസോഫാഗസിലാകെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റേ ഉള്ളൂ. അത് ഫുഡിനെ മുമ്പോട്ടേക്ക് തള്ളും, അതായത് ബോളസിനെ മുമ്പോട്ടേക്ക് തള്ളിയിട്ട് സ്റ്റൊമക്കിലെത്തിക്കും. അല്ലാതെ ഒരു രീതിയിൽ അവിടെ ബ്രേക്ക് ഡൗൺ ഒന്നും നടക്കുന്നില്ല. കെമിക്കൽ ഡൈജഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഒന്നുകിൽ ചെറിയ രീതിയിലുണ്ട്, എല്ലാം നടക്കുന്നില്ല എന്ന് പറയും. യൂഷ്വലി നടക്കാറില്ല. പക്ഷേ ഇൻ കേസ് കൂടുതൽ ടൈം ഈ ഒരു ഈസോഫാഗസിൽ ഫുഡ് ഇങ്ങനെ തങ്ങി നിന്നാൽ ചെറിയ രീതിയിൽ അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം സലൈവറി അമൈലേസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഈസോഫാഗസ് ഒന്നും അതിൻ്റെ ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് പറയാം. അല്ലാതെ ഈസോഫാഗസിൽ ഒരു രീതിയിൽ അവിടെ ഡയജസ്റ്റീവ് എൻസൈംസിനൊന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ഈസോഫാഗസ് മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈസോഫാഗസിലുള്ള മ്യൂക്കസ് ഗ്ലാൻസ് മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഫുഡിനെ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഈസോഫാഗസിലൂടെയുള്ള മൂവ്മെൻറ്റ് ഈസിയർ ആക്കുന്നുണ്ട്. അതാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. ഈസോഫാഗസിൽ മെക്കാനിക്കൽ ഡൈജഷനോ കെമിക്കൽ ഡൈജഷനോ നടക്കുന്നില്ല. ഇൻ കേസ് കുറച്ച് കൂടുതൽ ടൈം ഇങ്ങനെ ഈസോഫാഗസിൽ ഫുഡ് നിൽക്കുകയാണ് എങ്കിൽ ഓൾറെഡി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സലൈവറി അമൈലേസിൻ്റെ ആക്ടിവിറ്റി അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആ ഒരു കാര്യം മാത്രം, അല്ലാതെ ഇവിടെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഡൈജഷൻ നടക്കുന്നില്ല. അടുത്തത് സ്റ്റൊമക്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റൊമക്കിലെ മെക്കാനിക്കൽ ഡൈജഷൻ എന്തൊക്കെയാണ്? അവിടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് ഉണ്ട്. ഈ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് യൂഷ്വലി ഫുഡിനെ മുമ്പോട്ട് തള്ളാനെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റൊമക്കിൻ്റെ കേസിൽ അവിടെ റെട്രോപൾഷൻ എന്നുള്ള രീതിയിലൊരു മൂവ്മെൻറ്റ് കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു പെരിസ്റ്റാൾസിസ് നടക്കാതെ റെട്രോപൾഷൻ അവിടെ നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിനെ ചേൺ ആൻഡ് പ്രൊപ്പൽ എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അതായത് റെട്രോപൾഷൻ ആണ് അവിടെ ശരിക്കും സൈസ് റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ റെട്രോപൾഷൻ നടക്കണമെങ്കിൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് സ്റ്റൊമക്കിൽ ഉണ്ടാവണം. പിന്നെ സ്റ്റൊമക്കിൽ ചേണിങ് ആൻഡ് മിക്സിങ് നടക്കുന്നുണ്ട്. സ്റ്റൊമക്കിൽ 2 രീതിയിലുള്ള മൂവ്മെൻ്റ് ആണുള്ളത്, പെരിസ്റ്റാൾസിസും അതായത് പ്രൊപ്പൾഷനും പിന്നെ റെട്രോപൾഷനും. ഈ ഒരു റെട്രോപൾഷനും പ്രൊപ്പൾഷൻ്റെ എൻ്റയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ചേണിങ് ആൻഡ് മിക്സിങ്, ഗ്രൈൻഡിങ് ആക്ഷൻ, റെഗുലേറ്റഡ് എംറ്റിങ്. റെഗുലേറ്റഡ് എംറ്റിങ് അവിടെ പൈലോറിക് സ്ഫിങ്ക്ചറിൻ്റെ ഹെൽപ്പിൽ പ്രോപ്പറായിട്ട് ഡുയോഡിനത്തിലേക്ക് കടത്തി വിടുന്നു. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റൊമക്കിൽ പറയാനുള്ള. മെക്കാനിക്കൽ ഡൈജഷനിൽ നിങ്ങൾ എവിടെയാണ് അവിടെ മൂവ്മെൻറ്റ് പഠിച്ചില്ലേ, ആ ഒരു സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാനുള്ളത്. ഇനി കെമിക്കൽ ഡൈജഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡ്സ് മേ റീമെയിൻ ഇൻ ദ ഫണ്ടസ് ഫോർ അബൌട്ട് ആൻ അവർ വിത്തൗട്ട് ബിക്കമിങ് മിക്സഡ് വിത്ത് ഗ്യാസ്ട്രിക് ജ്യൂസ്. സ്റ്റൊമക്കിൻ്റെ ഫണ്ടസ് എന്നുള്ള റീജിയനിൽ ഫുഡ് ഇങ്ങനെ അവിടെ കിടക്കും ഏകദേശം 1 മണിക്കൂർ വരെ. ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് വെച്ചാൽ ഇത്രയും റീജിയനിൽ മാത്രമേ ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുമായിട്ട് മിക്സ് ചെയ്യാതെ കിടക്കും.
ഡ്യൂറിങ് ദിസ് ടൈം ഡൈജഷൻ ബൈ സലൈവറി അമിലേസ് ഫ്രം ദ സലൈവറി ഗ്ലാൻഡ് കണ്ടിന്യൂസ്. ആ സമയത്ത് സലൈവറി അമിലേസ് ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ലേറ്റർ ദ ചേർണിംഗ് ആക്ഷൻ മിക്സസ് കൈം വിത്ത് അസിഡിക് ഗ്യാസ്ട്രിക് ജ്യൂസ് ഇനാക്ടിവേറ്റിംഗ് സലൈവറി അമിലേസ് ആൻഡ് ആക്ടിവേറ്റിംഗ് ലിംഗ്വൽ ലിപ്പേസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടങ്. അതിനുശേഷം ഈ ഒരു ഫുഡ് HCl ആയിട്ടൊക്കെ ഗ്യാസ്ട്രിക് ജ്യൂസ് ആയിട്ടൊക്കെ മിക്സിങ് നടക്കുമ്പോൾ സലൈവയിൽ പ്രസൻ്റ് ആയിട്ടുള്ള ലിംഗ്വൽ ലിപ്പേസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. എന്നിട്ട് അത് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ആൻഡ് ഓയിൽ, അതിലെ ട്രൈഗ്ലിസറൈഡ്സ് ആണുള്ളത്. അതിനെ ഡൈഗ്ലിസറൈഡും ഫാറ്റി ആസിഡായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. അതായത് ലിംഗ്വൽ ലിപ്പേസ് ഇതൊരു ഗ്ലിസറോളിൻ്റെ പാർട്ടാണ്, ഇത് ഫാറ്റി ആസിഡാണ്. സാധാരണ ഫാറ്റ് അല്ല ഓയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഗ്ലിസറോളിൻ്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാമല്ലോ. CH2OH, പിന്നെ CHOH, വീണ്ടും CH2OH. ഇതാണ് ഗ്ലിസറോൾ. ഇതിൽ ഫാറ്റി ആസിഡ്സ് RCOH. ഓക്കെ, ഇതാണ് ഫാറ്റി ആസിഡ്. R1COH, R2COH, R3COH എങ്ങനെ വേണം പറയാം. സെയിം ആവാം, ഡിഫറെൻ്റ് ആവാം. ഓക്കെ, ഇത് മൂന്നും തമ്മിൽ ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത്. അതായത് ഇതിലുള്ള OHലുള്ള ഹൈഡ്രോജനും ഇതിലുള്ള OHും കൂടി ചേർന്ന് വാട്ടറായിട്ട് പുറത്തേക്ക് പോയിട്ട് ഇവിടെയുള്ള CO നിന്ന് ഇവിടെ ഒരു ബോണ്ട് വരും. അങ്ങനെയാണ് ഈ ഒരു ട്രൈഗ്ലിസറൈഡ്സ് ഫോം ചെയ്യുന്നത്. 3 സൈഡിൽ അങ്ങനെ നടക്കും. അപ്പോൾ അതിൽ നിന്ന് ലിംഗ്വൽ ലിപ്പേസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഡൈഗ്ലിസറൈഡ് ആക്കി മാറ്റും. അതായത് ഇവിടെ CH2OH ആണ് ഉണ്ടാവുക. മറ്റേ 2 പൊസിഷനിലും ആ ബോണ്ട് ബ്രേക്ക് ആയിട്ടില്ല. ഇവിടുത്തെ മാത്രം ബ്രേക്ക് ആക്കിയിട്ട് അവിടെയുള്ള ഫാറ്റി ആസിഡിനെ റിലീസ് ചെയ്യും. അതാണ് ഡൈഗ്ലിസറൈഡ്. അതിനെയും ഫാറ്റി ആസിഡാക്കി മാറ്റും ഈ ഒരു ലിംഗ്വൽ ലിപ്പേസ്. ഓർമ്മിക്കുക, ലിംഗ്വൽ ലിപ്പേസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് മൗത്തിലാണ്, പക്ഷെ അത് ആക്ട് ചെയ്യുന്നത് സ്റ്റൊമക്കിലാണ്. ഇനി കെമിക്കൽ ഡൈജഷനെ കുറിച്ച് ഫർദർ പറയുകയാണെങ്കിൽ അവിടെ മെയിനായിട്ട് നടക്കുന്നത് പ്രോട്ടീൻ്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റൊമക്കിൽ വെച്ചാണ്. നമ്മൾ ഈ ഒരു കാര്യത്തിന് ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് ഈ ഒരു പെപ്സിൻ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യാനുള്ള മറ്റൊരാൾ റെന്നിൻ, RENNIN ആണ്. സിംഗിൾ N അല്ല. സിംഗിൾ N ആകുമ്പോൾ അത് കിഡ്നിയിലുള്ള ആളായിട്ട് മാറും, റാസിലുള്ള ആളായിട്ട് മാറും. ഇവിടെ N ആണ്. അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റി എന്താ? ഇറ്റ് ഈസ് എ പ്രോട്ടിയോലൈറ്റിക് എൻസൈം. ഇതും പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ്. പക്ഷേ ഇത് നമ്മളിൽ പ്രസൻ്റ് അല്ല, അഡൽട്ടിൽ ഉണ്ടാവില്ല. ഇൻഫാൻസിൻ്റെ ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രസൻ്റ് ആയിട്ടുള്ള എൻസൈമാണ്. മിൽക്ക് പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് റെന്നിൻ. ഇത് ഇൻഫാൻറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ചെറിയ കുട്ടികളിൽ, മിൽക്ക് സക്ക് ചെയ്യുന്ന കുട്ടികളിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. കുട്ടികളുടെ ഡൈജസ്റ്റിൽ ഈ ഒരു റെന്നിൻ എന്ന് പറഞ്ഞ എൻസൈമിന് റോളുണ്ട്, നമ്മളിൽ ഇല്ല. ഇനി നമ്മൾ ലിംഗ്വൽ ലിപ്പേസിൻ്റെ ആക്ടിവിറ്റി പറഞ്ഞു. അതേപോലെ തന്നെ സ്റ്റൊമക്കിലും ഒരു ലിപ്പേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് ഗ്യാസ്ട്രിക് ലിപ്പേസ്. അതെങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? ട്രൈഗ്ലിസറൈഡിനെ മോണോഗ്ലിസറൈഡ് ആക്കിയിട്ട് മാറ്റും. അതായത് നേരത്തെ നമ്മൾ ലിംഗ്വൽ ലിപ്പേസ് ട്രൈഗ്ലിസറൈഡിനെ ഡൈഗ്ലിസറൈഡ് ആക്കിയിട്ടായിരുന്നു മാറ്റി. അപ്പോൾ ഈ ഒരു ഗ്ലിസറോളിൽ 2 ഫാറ്റി ആസിഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ മോണോഗ്ലിസറൈഡാണ്. ഒരു ഫാറ്റി ആസിഡേ ഉള്ളൂ. പിന്നെ 2 ഫാറ്റി ആസിഡ് മോളിക്യൂൾസ് ഇവിടെ ഉള്ളതും സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത്രയും നിങ്ങൾ ഈ ഒരു സ്റ്റൊമക്കിൻ്റെ പാർട്ടിൽ ഓർമ്മിക്കുക. സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുമ്പോൾ അവിടെ സെഗ്മെൻറ്റേഷനാണ്, നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്, നമ്മൾ വിത്ത് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആ ഒരു സെഗ്മെൻറ്റേഷൻ്റെ ടൈമിൽ അവിടെ പ്രോപ്പർ മിക്സിങ് നടക്കും, അതുപോലെ സൈസ് റിഡക്ഷൻ നടക്കും. അതാണ് മെക്കാനിക്കൽ ഡൈജഷൻ്റെ പാർട്ടിലുള്ളത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ 2 കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ്സ് ഉണ്ട്, സെഗ്മെൻറ്റേഷൻ ഉണ്ട്, പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഉണ്ട്. അതിൽ സെഗ്മെൻറ്റേഷനാണ് മെക്കാനിക്കൽ ഡൈജഷൻ്റെ മെയിൻ റോള്. പെരിസ്റ്റാൾട്ടിക് അതായത് മൈഗ്രേറ്റിംഗ് മോട്ടിലിറ്റി കോംപ്ലക്സ് അവിടെ ജസ്റ്റ് മുമ്പോട്ടേക്ക് തള്ളാൻ വേണ്ടി മാത്രമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് റീക്യാപ്പ് ചെയ്യാണ്. ഇൻ ദ മൗത്ത് സലൈവറി അമിലേസ് കൺവേർട്സ് സ്റ്റാർച്ച് ടു മാൾട്ടോസ്, മാൾട്ടോട്രയസ് ആൻഡ് ആൽഫ ഡെക്സ്ട്രിൻ. മൗത്തിൽ വെച്ചിട്ട് സലൈവറി അമിലേസ് എന്നുള്ള എൻസൈം സ്റ്റാർച്ചിനെ മാൾട്ടോസും മാൾട്ടോട്രയസും അതേപോലെ ആൽഫ ഡെക്സ്ട്രീനും ആക്കിയിട്ട് മാറ്റും. ഇൻ ദ സ്റ്റൊമക് പെപ്സിൻ കൺവേർട്സ് പ്രോട്ടീൻ ടു പെപ്റ്റൈഡ്സ് ആൻഡ് ലിംഗ്വൽ ആൻഡ് ഗ്യാസ്ട്രിക് ലിപ്പേസസ് കൺവേർട്ട് സം ട്രൈഗ്ലിസറൈഡ് ഇൻ ടു ഫാറ്റി ആസിഡ്സ്, ഡൈഗ്ലിസറൈഡ്സ് ആൻഡ് മോണോഗ്ലിസറൈഡ്. സ്റ്റൊമക്കിലെ പെപ്സിൻ്റെയും ലിംഗ്വൽ ലിപ്പേസിൻ്റെയും ഗ്യാസ്ട്രിക് ലിപ്പേസിൻ്റെ ആക്ടിവിറ്റി എന്താ നമ്മൾ പറഞ്ഞു. ദസ് chyme entering the small intestine contains partially digested carbohydrates, proteins and lipid. അതായത് സ്റ്റൊമക്കിലും അതേപോലെ മൗത്തിലും ഇത്രയും ഡൈജസ്റ്റീവ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്ന കൈമ് ഓൾറെഡി അവിടെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ലിപ്പിഡിൻ്റെയും ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് പകുതിയായിട്ടുണ്ടാവും. ദ കംപ്ലീഷൻ ഓഫ് ദ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, proteins and lipids is a collective effort of pancreatic juice, bile and intestinal juice in the small intestine. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും ലിപ്പിഡിൻ്റെയും ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ്, ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ, അതേപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്. അതുകൂടാതെ ഈ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ന്യൂക്ലിക് ആസിഡിൻ്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളൊന്ന്
റീകോൾ ചെയ്തതാണ്. ഇനി നമുക്ക് സ്മോൾ ഇൻഡസ്ട്രിയിലുള്ള കെമിക്കൽ ഡൈജഷൻ നോക്കാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഏറ്റവും കൂടുതൽ ഡൈജഷൻ നടക്കുന്നത് സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചാണ്. ഡൈജഷൻ മാത്രമല്ല, അബ്സോർപ്ഷൻ അവിടെ തന്നെയാണ് കൂടുതലായിട്ട് നടക്കുന്നത്. സ്മോൾ ഇൻഡസ്ട്രിയിലെ കെമിക്കൽ ഡൈജഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിൽ ഓരോ കൈൻഡ് ഓഫ് മാക്രോ ന്യൂട്രിയൻസിൻ്റെയും ഡൈജഷൻ എങ്ങനെയാണെന്ന് നോക്കുന്നത്. ഫസ്റ്റ്, ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. സ്മോൾ ഇൻഡസ്ട്രിയിൽ 2 kinds ഓഫ് എൻസൈംസ് ആണ്. പാങ്ക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാങ്ക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈംസും ഉണ്ട്, അതേപോലെ ബ്രഷ് ബോർഡർ എൻസൈംസും ഉണ്ട്. മൈക്രോവില്ലിയുടെ പ്ലാസ്മ മെംബ്രെയിനിൽ പ്രസൻ്റ് ആയിട്ടുള്ള അബ്സോർപ്റ്റീവ് സെൽസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ലോഡ് ചെയ്യുന്ന എൻസൈംസ് ഉണ്ടല്ലോ, അതാണ് ബ്രഷ് ബോർഡർ എൻസൈംസ്. അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറയുമ്പം പാങ്ക്രിയാറ്റിക് ജ്യൂസിലുള്ള പാങ്ക്രിയാറ്റിക് അമൈലേസ് എൻസൈം സ്റ്റാർച്ചിനെ അല്ലെങ്കിൽ പോളിസാക്കറൈഡിനെ മാൾട്ടോസ് ആക്കിയിട്ടും മാൾട്ടോട്രയോസ് ആക്കിയിട്ടും ആൽഫ ഡെക്സ്ട്രിൻ ആക്കിയിട്ടും മാറ്റും. അതായത് സലൈവറി അമൈലേസ് തന്നെ ഈ ഒരു സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മുഴുവൻ സ്റ്റാർച്ചിനെ സലൈവറി അമൈലേസിന് ഒരുപക്ഷെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം അത് സ്റ്റൊമക്കിൽ ഇനാക്റ്റീവ് ആയി പോകുന്നുണ്ട്. അവിടെ കുറച്ച് സ്റ്റാർച്ചൊക്കെ ബാക്കിയുണ്ടാവും. അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പാങ്ക്രിയാറ്റിക് ജ്യൂസിലുള്ള പാങ്ക്രിയാറ്റിക് അമൈലേസ് ആണ്. അങ്ങനെ അവിടെ ഫോം ചെയ്തിട്ടുള്ള ആൾക്കാർ പിന്നീട് ഡൈജസ്റ്റ് ചെയ്യുന്നത് സ്മോൾ ഇൻഡസ്ട്രിയിലെ ബ്രഷ് ബോർഡർ എൻസൈംസ് ആണ്. അത് ആൽഫ ഡെക്സ്ട്രിനേസ് എന്നുള്ള ഈ ഒരു ബ്രഷ് ബോർഡർ എൻസൈം ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റും. കുറേ ഗ്ലൂക്കോസ് 5 മുതൽ 10 വരെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ടാവും, 5 to 10 ഓരോ ആൽഫ ഡെക്സ്ട്രിനിൽ നിന്നും. ബ്രഷ് ബോർഡർ എൻസൈം ആയിട്ടുള്ള സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. ബ്രഷ് ബോർഡർ എൻസൈം ആയിട്ടുള്ള മാൾട്ടോസിനെ ഗ്ലൂക്കോസ്, അതായത് മാൾട്ടോസ് എന്ന് വെച്ചാൽ ഒരു ഡൈസാക്രൈഡ് ആണ്. അതിൽ 2 ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കൂടി ചേർന്നതാണ്. അതിനെ സെപ്പറേറ്റ് ആക്കും. ലാക്ടേസ് എന്നുള്ള എൻസൈം ലാക്ടോസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെയും ഗാലക്ടോസിനെയും ബ്രേക്ക് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കും. അതായത് ലാക്ടോസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലൂക്കോസും ഗാലക്ടോസും കൊണ്ട് ഒരു ഡൈസാക്രൈഡ് ആണ്. അതിലുള്ള ഗ്ലൈക്കോസിഡിക് ബോണ്ട് ബ്രേക്ക് ആക്കിയിട്ട് ഗ്ലൂക്കോസും ഗാലക്ടോസിനെ സെപ്പറേറ്റ് ആക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബ്രഷ് ബോർഡർ എൻസൈം കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷനിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് കെമിക്കൽ ഡൈജഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ് നോക്കാം. ന്യൂക്ലിക് ആസിഡിൻ്റെ കെമിക്കൽ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചാണ്. പാങ്ക്രിയാറ്റിക് ജ്യൂസിലുള്ള റൈബോന്യൂക്ലിയസ് എന്ന് പറഞ്ഞ എൻസൈം റൈബോന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിയോടൈഡ് ആക്കിയിട്ട് മാറ്റും. ഇത് RNAയിലുള്ളതാണ്. ഇനി ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്, ഇത് DNA-യിലുള്ളതാണ്. അതിനെ ഡിയോക്സി റൈബോന്യൂക്ലിയസ് എന്ന് പറയുന്ന പാങ്ക്രിയാറ്റിക് ജ്യൂസിലുള്ള ഒരു എൻസൈം ന്യൂക്ലിയോടൈഡ് ആക്കിയിട്ട് മാറ്റും. ഇനി ഈ ഒരു ന്യൂക്ലിയോടൈഡ്സിനെ ഫർദർ അബ്സോർബിൾ ഫോമിലാക്കി മാറ്റുന്നത് ബ്രഷ് ബോർഡർ എൻസൈംസാണ്. ഏതൊക്കെ എൻസൈമാണ് അതുള്ളത്? ന്യൂക്ലിയോസൈഡേസ്, അതുപോലെ ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്ന എൻസൈംസ് ആണ് ന്യൂക്ലിയോടൈഡിനെ നൈട്രോജീനസ് ബേസും പെൻഡോസ് ഷുഗറും അതേപോലെ ഫോസ്ഫേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. അടുത്തത് ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ ഡൈജഷൻ സ്റ്റൊമക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്, അവിടെ പെപ്സിൻ എന്നുള്ള എൻസൈമിൻ്റെ ഹെൽപ്പിൽ. ഇനി ഫർദർ ഡൈജഷൻ നടക്കുകയാണ്. പാങ്ക്രിയാറ്റിക് ജ്യൂസിലുള്ള 4 എൻസൈംസിന് നമ്മൾ പറഞ്ഞല്ലോ, ട്രിപ്സിൻ, ഇലാസ്റ്റേസ്, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ്. ഇതിൻ്റെ ആക്ടിവേഷനാണ് ഈ ഒരു ഡോട്ടഡ് ബോക്സിൽ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പാൻക്രിയാസിൻ്റെ പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുകൊണ്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഇതിൻ്റെ ആക്റ്റീവ് ഫോം എങ്ങനെയൊക്കെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നതെന്ന് ഇവിടെ കാണിക്കുന്നത്. ട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈം പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കിയിട്ട് മാറ്റും. ഇലാസ്റ്റേസ് എന്ന് പറയുന്ന എൻസൈമും പ്രോട്ടീനെ പെപ്റ്റൈഡ്സ് ആക്കി മാറ്റും. കൈമോട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈമും പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റും. അപ്പോൾ ഈ 3 എൻസൈംസിൻ്റെ ഫംഗ്ഷന് സെയിം ആണ്, പ്രോട്ടീൻസിനെ പെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നു. എന്നാൽ ഈ കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈം അങ്ങനെ അവിടെ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു പെപ്റ്റൈഡ്സ് ഉണ്ടല്ലോ, അതിലാണ് പോയി ആക്ട് ചെയ്യുക. അതിനെയാണ് ഫർദർ ബ്രേക്ക് ചെയ്യുക. അതെങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുക? ആ ഒരു പെപ്റ്റൈഡിലുള്ള കാർബോക്സിൽ എൻഡ് ഉണ്ടാവും, അവിടെ നിന്ന് ഓരോ അമിനോ ആസിഡ്സിനെ ബ്രേക്ക് ചെയ്തിട്ട് അമിനോ ആസിഡും റിമൈനിങ് ആയിട്ടുള്ള പെപ്റ്റൈഡ് ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ, ഇത് പെപ്റ്റൈഡാണ്. ഓക്കെ, ഇതൊരു പെപ്റ്റൈഡ് ചെയിനാന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഒരു സൈഡിൽ എൻഡ് ചെയ്യുന്നതിൽ COH ഉണ്ടാവുക, മറ്റേ സൈഡിൽ NH2 ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു കാർബോക്സിൽ എൻഡിലുള്ള അമിനോ ആസിഡിനെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് കളഞ്ഞുകൊണ്ടിരിക്കും. ഓരോ അമിനോ ആസിഡിനായിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ട്രിപ്സിനും ഇലാസ്റ്റേസും കൈമോട്രിപ്സിനും പ്രോട്ടീൻസിനെ പെപ്റ്റൈഡ്സ് ആക്കി മാറ്റും. ഈ പെപ്റ്റൈഡ്സിലാണ് ഈ ഒരു കാർബോക്സി പെപ്റ്റിഡേസ് പോയിട്ട് ആക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഓരോ അമിനോ ആസിഡ്സിന് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകുന്നത്. അത് ഏത് എൻഡിൽ നിന്നാണ് അറ്റാക്ക് ചെയ്യുന്നത്? അതിൻ്റെ കാർബോക്സിൽ എൻഡിലാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത്. അത്ര ഓർമ്മിക്കുക. ഇനി ഈ ഒരു പ്രോട്ടീൻ്റെ ഡൈജഷനിൽ ബ്രഷ് ബോർഡർ എൻസൈംസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അടുത്ത് നോക്കുന്നത്. നമ്മൾ ഈ ഒരു കാർബോക്സി പെപ്റ്റിഡേസിനെ കുറിച്ച് പറഞ്ഞത് അത് കാർബോക്സിൽ എൻഡിലുള്ള അമിനോ ആസിഡ്സിനാണ് ഒരു പെപ്റ്റൈഡിന് ബ്രേക്ക് ചെയ്യുക. എന്നാൽ ബ്രഷ് ബോർഡർ എൻസൈമായിട്ടുള്ള അമിനോ പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈം
പെപ്റ്റൈഡ്സിൻ്റെ അമിനോ എൻഡിലുള്ള അമിനോ ആസിഡ്സിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. അങ്ങനെ അവിടെ അമിനോ ആസിഡ്സിനെയും പെപ്റ്റൈഡ്സിനെയും ഫോം ചെയ്യും. അതായത് ഇതാണ് ഒരു പെപ്റ്റൈഡ് എങ്കിൽ അതിൻ്റെ കാർബോക്സിൽ ടെർമിനൽ ഇവിടെ COH ആണ് എൻഡിൽ വരിക, ഇവിടെ NH2 ആണ്. അപ്പോൾ കാർബോക്സി പെപ്റ്റൈഡേസ് ബ്രേക്ക് ചെയ്യുക ഈ ഒരു റീജിയനില്ല, അമിനോ പെപ്റ്റൈഡേസ് ബ്രേക്ക് ചെയ്യുക ഈ ഒരു റീജിയനില്ല. അതാണ് ചുരുക്കി പറഞ്ഞാൽ. ഇനി ഈ ഒരു ബ്രഷ് ബോർഡർ എൻസൈമായിട്ടുള്ള ഡൈപെപ്റ്റിഡേസ് എന്താ ചെയ്യുക, ഡൈപെപ്റ്റൈഡ്സിനെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റും. ഈ ഒരു അമിനോ ആസിഡ്സിനാണ് നമുക്ക് ഓരോ അമിനോ ആസിഡ്സിനെ സെപ്പറേറ്റ് ആയിട്ട് അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള ലിപ്പിഡിൻ്റെ ഡൈജഷൻ നോക്കാം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. എൻസൈംസ് ദാറ്റ് സ്പ്ലിറ്റ് ട്രൈഗ്ലിസറൈഡ് ആൻഡ് ഫോസ്ഫോലിപ്പിഡ്സ് ആർ കോൾഡ് ലിപ്പേസസ്. നമ്മൾ ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ലിപ്പേസസ് എന്നാ പറയും. ദർ ആർ 3 types ഓഫ് ലിപ്പേസസ് ദാറ്റ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ലിപ്പിഡ് ഡൈജഷൻ. ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ മെയിനായിട്ട് നമ്മുടെ ബോഡിയിൽ 3 ടൈപ്പ് ലിപ്പേസ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ലിംഗ്വൽ ലിപ്പേസ്, അത് നമ്മൾ മൗത്തിലെ ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തത് ഗ്യാസ്ട്രിക് ലിപ്പേസ്, അത് സ്റ്റൊമക്കിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ രണ്ടിൻ്റെ ആക്ഷൻ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തത് ആരാ, പാൻക്രിയാറ്റിക് ലിപ്പേസ്, പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിപ്പേസാണ്. ഈ ഒരു ലിംഗ്വൽ ലിപ്പേസിൻ്റെയും ഗ്യാസ്ട്രിക് ലിപ്പേസിൻ്റെ ആക്ടിവിറ്റി സ്റ്റൊമക്കിലാണ് ആക്ട് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അത് വഴി അവിടെ ഡൈജഷൻ ചെയ്യപ്പെടുന്ന ലിപ്പിഡിൻ്റെ അളവ് വളരെ കുറവാണ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ ലിപ്പിഡിൻ്റെ ഡൈജഷനിൽ. മെയിനായിട്ടും ലിപ്പിഡിൻ്റെ ഡൈജഷൻ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ്. സ്റ്റൊമക്കിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഗ്യാസ്ട്രിക് ലിപ്പേസിൻ്റെ ആക്ടിവിറ്റി ഈ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഡുവോഡിനത്തിലും കുറച്ച് കണ്ടിന്യൂ ചെയ്തു പോകും. അതുകൊണ്ടാണ് ഇവിടെ ഗ്യാസ്ട്രിക് ലിപ്പേസിനോട് കൊടുത്തത്. ഈ ഗ്യാസ്ട്രിക് ലിപ്പേസും പാൻക്രിയാറ്റിക് ലിപ്പേസും എന്താ ചെയ്യുന്നത്, ട്രൈഗ്ലിസറൈഡ്സിനെ മോണോഗ്ലിസറൈഡും ഫാറ്റി ആസിഡ്സും ആക്കി മാറ്റും. ഈ ഒരു ലാർജ് ഇൻഡസ്ട്രിയിലേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു ട്രൈഗ്ലിസറൈഡ് അതിന് എമൾസിഫിക്കേഷൻ നടക്കും. ബൈൽ സോൾട്സിൻ്റെ ഹെൽപ്പിൽ എമൾസിഫിക്കേഷൻ നടന്നിട്ടാണ് ഫർദർ ഡൈജഷൻ നടക്കുന്നത്. ആ ഒരു എമൾസിഫിക്കേഷൻ ഇങ്ങനെ നടക്കുക, ഇത് ഫാറ്റ് ആണെങ്കിൽ അതിൽ ബൈൽ സോൾട്സ് വന്ന് അറ്റാക്ക് ചെയ്യും. ബൈൽ സാൾട്ടിൻ്റെ ഹൈഡ്രോഫിലിക് സൈറ്റാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ ഗ്രീൻ കളറിലുള്ള റൗണ്ട്സ് ആണ് ഹൈഡ്രോഫിലിക് സൈറ്റ്. അതായത് കൈമുമായിട്ട്, അതായത് വാട്ടറി പാർട്ടുമായിട്ട്, വാട്ടറുമായിട്ട് കോണ്ടാക്ട് വരുന്നത്. ഈ യെല്ലോ കളർ കൊടുത്തതാണ് ഹൈഡ്രോഫോബിക് സൈഡ് എന്ന് പറയുന്നത്. അത് ഈ ഒരു ഫാറ്റ് ഗ്ലോബ്യൂളായിട്ട് കോണ്ടാക്ട് വരിക. അതായത് ഈ ഒരു ഫാറ്റ് ഗ്ലോബ്യൂൾ, ഇതൊരു ഫാറ്റാണ്, ലിപ്പിഡ് ആണെങ്കിൽ ഇതിന് ഈ ഒരു ബൈൽ സാൾട്സ് ഇങ്ങനെ സറൗണ്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഹൈഡ്രോഫോബിക് സൈഡ് ഈ ഒരു ഫാറ്റിനുമായിട്ടാണ് ഇങ്ങനെ ഫേസ് ടു ഫേസ് വരിക. അതിൻ്റെ ഹൈഡ്രോഫിലിക് സൈഡ് ആണെങ്കിൽ ഇങ്ങനെ ഔട്ട്സൈഡായിട്ട് കൈമ്, അതിലുള്ള വാട്ടർ ഇല്ലേ, കൈമിലെ വാട്ടർ കണ്ടൻറ്റ്, അതുമായിട്ടാണ് ഇങ്ങനെ കോണ്ടാക്ട് വരിക. അങ്ങനെ അതിനെ എമൾസിഫിക്കേഷൻ നടന്നിട്ട് ഇതിനെ സ്മോൾ ഡ്രോപ്സ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ആക്കിയിട്ട് ഇതേപോലെ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ലിപ്പിഡിൻ്റെ എമൾസിഫിക്കേഷൻ നടക്കുക അവിടെ. ബിഫോർ എ ലാർജ് ലിപ്പിഡ് ഗ്ലോബ്യൂൾ കണ്ടെയ്നിങ് ട്രൈഗ്ലിസറൈഡ് ക്യാൻ ബി ഡൈജസ്റ്റഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇറ്റ് മസ്റ്റ് ഫസ്റ്റ് അണ്ടർഗോ എമൾസിഫിക്കേഷൻ. ഫസ്റ്റ് ഈ ഒരു ലിപ്പിഡിന് എമൾസിഫിക്കേഷൻ നടക്കണം. എമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ, a process in which the large lipid globule is broken down into several small lipid globule. ലാർജ് ലിപ്പിഡ് ഗ്ലോബ്യൂളിനെ സ്മോൾ ലിപ്പിഡ് ഗ്ലോബ്യൂളാക്കി മാറ്റുന്ന പ്രോസസ്സാണ് എമൾസിഫിക്കേഷൻ. ഓക്കെ, അത് നടന്ന ശേഷമാണ് ഈ ഒരു പാൻക്രിയാറ്റിക് ലിപ്പേസ് ഒക്കെ അതിൽ ആക്ട് ചെയ്യുന്നത്. ബൈൽ സാൾട്ട്സ് ആണ് ഈ ഒരു എമൾസിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ബൈൽ സാൾട്ട് എന്ന് പറഞ്ഞാൽ ആംഫിപ്പതിക് ഇൻ നാച്ചർ. ആംഫിപ്പതിക് എന്ന് പറഞ്ഞാൽ അതിൽ ഹൈഡ്രോഫിലിക് സൈറ്റും ഉണ്ടാകും, ഹൈഡ്രോഫോബിക് സൈറ്റും ഉണ്ടാകും. ഹൈഡ്രോഫിലിക് സൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ OH ഗ്രൂപ്പൊക്കെ വരിക. ഹൈഡ്രോഫോബിക് സൈറ്റ് എന്ന് വെച്ചാൽ ഓർഗാനിക് പാർട്ട്, അതായത് സ്റ്റിറോയിഡിൻ്റെ ന്യൂക്ലിയസ്, ബേസിക് ന്യൂക്ലിയസ് ആണ് ഈ ഒരു ബൈൽ സാൾട്ടിലുള്ളത്. ആ ഒരു റീജിയനാണ് വരുന്നത്. ഈ ഒരു ഹൈഡ്രോഫോബിക് റീജിയൻ എന്ന് വെച്ചാൽ നോൺ പോളാർ ആയിരിക്കും, ഹൈഡ്രോഫിലിക് റീജിയൻ പോളാർ ആയിരിക്കും. അതറിയാലോ. ദ ആംഫിപ്പതിക് നാച്ചർ ഓഫ് ബൈൽ സാൾട്ട്സ് അലോ ദം ടു എമൾസിഫൈ എ ലാർജ് ലിപ്പിഡ് ഗ്ലോബ്യൂൾ. ഇതിൻ്റെ ഈ ഒരു ആംഫിപ്പതിക് നാച്ചർ ഉള്ളതുകൊണ്ട് തന്നെ അതിന് ലിപ്പിഡ് ഗ്ലോബ്യൂളിനെ എമൾസിഫിക്കേഷൻ നടത്താൻ ഹെൽപ്പ് ചെയ്യും. അതെന്താ സംഭവം, ദ ഹൈഡ്രോഫോബിക് റീജിയൻ ഓഫ് ബൈൽ സാൾട്ട്സ് ഇൻട്രാക്ട് വിത്ത് എ ലാർജ് ലിപ്പിഡ് ഗ്ലോബ്യൂൾ. ഞാൻ നേരത്തെ പറഞ്ഞതിന് ഹൈഡ്രോഫോബിക് സൈഡ് ഈ ലിപ്പിഡുമായിട്ട് ഫേസ് ചെയ്തിട്ട് ഇൻട്രാക്ട് ചെയ്യും. വൈൽ ദ ഹൈഡ്രോഫിലിക് റീജിയൻ ഓഫ് ബൈൽ സാൾട്ട് ഇൻട്രാക്ട് വിത്ത് വാട്ടർ ഇൻറ്റസ്റ്റൈനൽ കൈം. ഹൈഡ്രോഫിലിക് റീജിയൻ, ആ ഗ്രീൻ കളർ കാണുന്നത്, അത് കൈമുമായിട്ടാണ് ഇങ്ങനെ കോണ്ടാക്ട് വരുന്ന രീതിയിൽ മിസെല്ലെ ഫോർമേഷനുകൾ കണ്ടിട്ടുണ്ടാവില്ലേ, അതേപോലെ തന്നെയാണ് ഇതും എമൾസിഫിക്കേഷനിൽ ഫോം ചെയ്യുന്നത്. കൺസിക്വൻലി എ ലാർജ് ലിപ്പിഡ് ഗ്ലോബ്യൂൾ ഈസ് ബ്രോക്കൺ അപ്പാർട്ട് ഇൻ ടു സെവറൽ സ്മോൾ ലിപ്പിഡ് ഗ്ലോബ്യൂൾ ഈച്ച് അബൌട്ട് 1 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. അതായത് ഈ ഒരു ലാർജ് ലിപ്പിഡ് ഗ്ലോബ്യൂളിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സ്മോൾ ആക്കി മാറ്റും. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1 മൈക്രോമീറ്റർ ആയിരിക്കും. അത്രയും ചെറുതാക്കാൻ പറ്റും. അതായത് ഇവിടെ എമൾസിഫിക്കേഷൻ നടക്കുമ്പോൾ ആ ഒരു ഫാറ്റിൻ്റെയും അതേപോലെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലുള്ള കൈമിലുള്ള വാട്ടർ കണ്ടന്റിൻ്റെയും ഇടയിലുള്ള ഇന്റർഫേഷ്യൽ ടെൻഷൻ ഉണ്ടല്ലോ, അതിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ചിട്ട് അതിനെ മിസിബിൾ ആക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. ദ സ്മോൾ ലിപ്പിഡ് ഗ്ലോബ്യൂൾസ് ഫോംഡ് ഫ്രം എമൾസിഫിക്കേഷൻ പ്രൊവൈഡ് എ ലാർജ് സർഫേസ് ഏരിയ ദാറ്റ് അലോസ് പാൻക്രിയാറ്റിക് ലിപ്പേസ് ടു ഫംഗ്ഷൻ മോർ എഫക്റ്റീവ്ലി.
അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് മാറിയാൽ പാൻക്രിയാറ്റിക് ലിപ്പേസിന് പെട്ടെന്ന് ഇതിൽ ആക്ട് ചെയ്യാൻ പറ്റും. സ്മോൾ ഇൻഡസ്ട്രിയിൽ കാർബോഹൈഡ്രേറ്റിന് എങ്ങനെയാണ്, ലിപ്പിഡിന് എങ്ങനെയാണ്, പ്രോട്ടീൻ എങ്ങനെയാണ്, ന്യൂക്ലിക് ആസിഡ് എങ്ങനെയാണ് ഡൈജസ്റ്റ് ആകുന്നത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇനി ലാർജ് ഇൻഡസ്ട്രിയിലെ ഡൈജഷൻ നോക്കാം. ഇവിടെ മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയാൻ ഹോസ്റ്റൽ ചേർണിങ് വഴി അവിടെ മിക്സിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ആ ഒരു ലാർജ് ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മ്യൂക്കസ് ആയിട്ട് മിക്സിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ അവിടെ മെക്കാനിക്കൽ ഡൈജഷൻ നടക്കുന്നുണ്ട്, ഫീസീസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അത് ഡൈജഷൻ വലിയ രീതിയിൽ അവിടെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ആയിട്ടൊന്നും നടക്കുന്നില്ല. സ്മോൾ ഇൻഡസ്ട്രീനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഡൈജഷൻ എന്ന് പറഞ്ഞ പാർട്ടേ നടക്കുന്നില്ല എന്ന് വേണം പറയാം. അത്രയും ചെറിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റേ ഡൈജഷനിൽ ലാർജ് ഇൻഡസ്ട്രീനുള്ളൂ. അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഹോസ്റ്റൽ ചേർണിങ് ആണ്. ഇവിടെ ഈ ഒരു കൈമിനെ അത് മ്യൂക്കസ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്നും വാട്ടറിൻ്റെയും അതേപോലെ ഇലക്ട്രോലൈറ്റിൻ്റെയും ചെറിയ രീതിയിലുള്ള അബ്സോർപ്ഷൻ അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. ഇനി കെമിക്കൽ ഡൈജഷൻ നോക്കുകയാണെങ്കിൽ ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ഡൈജഷൻ ഒക്കേഴ്സ് ഇൻ ദ കോളൻ ത്രൂ ദ ആക്ടിവിറ്റി ഓഫ് ബാക്ടീരിയ ദാറ്റ് ഇൻഹാബിറ്റ് ദ ലൂമൻ. അതായത് ഈ ഒരു ലാർജ് ഇൻഡസ്ട്രിയിലുള്ള കെമിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് എൻസൈംസ് അല്ല അവിടെ മെയിനായിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ലാർജ് ഇൻഡസ്ട്രിയിൽ ഒത്തിരി ബാക്ടീരിയാസ് ഉണ്ട്. നോൺ പാത്തോജനിക് ആയിട്ടുള്ള നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ അവിടെ വളരുന്നുണ്ട്. അത് പല രീതിയിലും ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. അതാണ് അവിടെ മെയിനായിട്ട് നടക്കുന്നത്. മ്യൂക്കസ് ഈസ് സെക്രീറ്റഡ് ബൈ ദ ഗ്ലാൻസ് ഓഫ് ദ ലാർജ് ഇൻഡസ്ട്രിൻ ബട്ട് നോ എൻസൈംസ് ആർ സെക്രീറ്റഡ്. നമ്മുടെ ബോഡിയിൽ നിന്നും ഒരു രീതിയിൽ അവിടെ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാർജ് ഇൻഡസ്ട്രിയിൽ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. Chyme is prepared for elimination by the action of bacteria. അങ്ങനെ സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്നും ലാർജ് ഇൻഡസ്ട്രിയിലെത്തിയ കൈമിനെ ഫീസീസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ബാക്ടീരിയ ആണ്. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർബോഹൈഡ്രേറ്റിന്റെ കേസിൽ ബാക്കി വരുന്ന കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യപ്പെടാതെ വരുന്ന കാർബോഹൈഡ്രേറ്റിനെ ബാക്ടീരിയൽ ഫെർമെന്റേഷൻ വഴി ഹൈഡ്രോജനും കാർബൺ ഡൈ ഓക്സൈഡും മീഥേൻ ഗ്യാസ് ഒക്കെ ആക്കി മാറ്റും. ഈ കൈൻഡ് ഓഫ് ഗ്യാസസ് ആണ് ഫ്ലാറ്റുലൻസ് എന്നുള്ള കണ്ടീഷന് കാരണമാവുന്നത്. അതായത് ഈ ഒരു കോളൻ റീജിയനിൽ ഒരു ഗ്യാസ് പോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഡിഫിക്കൽട്ടി ഉണ്ടാവും ചില സമയങ്ങളിൽ ഓവറായിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഗ്യാസസ്. അതിന് ബാക്ടീരിയയുടെ ഫെർമെൻറ്റേഷനാണ് കാരണമെന്ന്. പിന്നെ ബാക്കി വരുന്ന പ്രോട്ടീൻസിൻ്റെ കേസിൽ ബാക്ടീരിയ അതിനെ അമിനോ ആസിഡ് ആക്കി മാറ്റും. എന്തെങ്കിലും പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യപ്പെടാണ്ട് ബാക്കി ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും ഈ ഒരു ബാക്ടീരിയാസ് ഇൻഡോള്, സ്കാറ്റോള്, ഹൈഡ്രോജൻ സൾഫൈഡ് അതേപോലെ തന്നെ ഫാറ്റി ആസിഡ്സ് ഒക്കെ ആക്കി മാറ്റും. ഇതിലുള്ള ഇൻഡോള്, സ്കാറ്റോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് ആണ് ആ ഒരു ഫീസീസിന് അതിൻ്റെ ഒരു ഓർഡർ കൊടുക്കുന്നത്. ഒരു ബാഡ് ഓർഡർ ഉണ്ടല്ലോ, അത് ഉണ്ടാവാൻ കാരണം ഇതിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഇൻഡോള്, സ്കാറ്റോള് ബാക്ടീരിയയുടെ ആക്ടിവിറ്റി കൊണ്ടാണ് ഈ ഇൻഡോള്, സ്കാറ്റോൾ ഉണ്ടാവുന്നത്. നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ഒരിക്കലും ഇതിനെ ഇൻഡോള്, സ്കാറ്റോൾ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യില്ല. അമിനോ ആസിഡിനെ ബാക്ടീരിയൽ എൻസൈംസ് ആണ് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഫീസീസ് ഉള്ള ബിലിറുബിനിൽ ബാക്ടീരിയ ആക്ട് ചെയ്തിട്ട് അതിനെ സ്റ്റെർക്കോബിലിൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഒരു സ്റ്റെർക്കോബിലിനാണ് ഫീസീസിന് ബ്രൗൺ കളർ കൊടുക്കുന്നത്. അപ്പോൾ ബാക്ടീരിയയുടെ ആക്ടിവിറ്റിയാണ് ലാർജ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഡൈജഷനിൽ പഠിക്കാനുള്ളത്. ഓരോ റീജിയനിലും എന്താണ് നടക്കുന്നത്, മെക്കാനിക്കൽ ഡൈജഷൻ എങ്ങനെ, കെമിക്കൽ ഡൈജഷൻ എങ്ങനെ. ഞാൻ നോട്ട് മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഇതന്നെ ഈ ഒരു രീതിയിൽ തന്നെ പഠിക്കുക. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തും എഴുതൊന്നും വേണ്ട. എന്തൊക്കെ എൻസൈം എന്തൊക്കെ ആക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, അതിലാവണം നിങ്ങളുടെ ഫോക്കസ്.